ഡിയേഴ്സ്, അനുമ മിസ് ആണ്. എല്ലാവർക്കും സൈലത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും അറിയാലോ അല്ലെ, എക്സാം സമയമൊക്കെ ആയി. ഇനി നമ്മൾ വളരെയധികം ആവേശത്തോടെ അല്ലെ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാം ആണ് EVS എന്നുള്ളത്. അപ്പൊ EVS വളരെയധികം സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് വയലും വനവും എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഡാപ്റ്റേഷൻ, അനുകൂലനങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് ഈ അനുകൂലനങ്ങൾ എന്താണെന്നുള്ളതാണ് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നല്ല കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. റെഡിയാണോ? അപ്പൊ ആദ്യത്തെ അല്ലെ, അനുകൂലനങ്ങൾ. എന്താ ഈ അനുകൂലനങ്ങൾ? The peculiarities of an organism to live in its dwelling place is called adaptation. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അല്ലെ, ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ വേണ്ട പ്രത്യേകതകളെ, ഈ പ്രത്യേകതകളെ നമുക്ക് എന്തായി കണക്കാക്കാം? ആ ജീവിയുടെ സവിശേഷതകളായിട്ട് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ അവയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനുകൂലനം അല്ലെ, അനുകൂലനം എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. അതായത് എ പെക്യുലാരിറ്റീസ് ഓഫ് എൻ ഓർഗാനിസം ടു ലിവ് ഇൻ ഇറ്റ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്, അതായത് അതിന്റെ സ്വന്തം വാസസ്ഥലത്ത് അതിന് ജീവിക്കാൻ വേണ്ടിയുള്ള അനുകൂലനങ്ങൾ, അത് ആ ജീവിയുടെ സവിശേഷതയായിരിക്കും അല്ലെ. അതിനെയാണ് നമ്മൾ അനുകൂലനം അഥവാ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രം നോക്കിക്കേ, തവളയെ നോക്കിക്കേ അല്ലെ. തവളയുടെ ഒരു പ്രത്യേകത എന്താണ്? തവളയ്ക്ക് വെള്ളത്തിലും ജീവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, കരയിലും ജീവിക്കാൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെ ജീവിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? തവളയ്ക്ക് ചില പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് അല്ലെ. അങ്ങനെ ഓരോ ജീവിക്കും അതിൻ്റെതായിട്ടുള്ള കുറേ പ്രത്യേകതകളുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ജീവിയെയും അതിനെന്തൊക്കെയാണ് പ്രത്യേകതകൾ ഒന്ന് നോക്കിയാലോ? അപ്പൊ അതാ നോക്കിക്കോ നിങ്ങള്. തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി. ഇതാരെയാണ് കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അല്ലെ? ദാ നമ്മുടെ മീനുകളുടെ പ്രത്യേകതകളാണ് അല്ലെ. വെള്ളത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റാറില്ല അല്ലെ, പക്ഷെ എന്തിന് പറ്റാറുണ്ട്? മീനിന് പറ്റാറുണ്ട്. അങ്ങനെ മീനിന് എന്തുകൊണ്ടാണ് വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടി പറ്റുന്നത്? മീനിന് കുറച്ച് അനുകൂലനങ്ങൾ അല്ലെ, അഡാപ്റ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ്. സോ നമുക്ക് 1 by 1 എന്തൊക്കെയാണ് നോക്കാം. The boat-shaped body helps to move easily through water. വളരെ എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. വഴുവഴുപ്പുള്ള ശരീരം, സ്ലിപ്പറി ബോഡി അല്ലെ. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാലേ, മീൻ എന്താണ്? നമ്മൾ തൊടുമ്പോൾ തന്നെ ഭയങ്കര വഴുവഴുപ്പാണ്. എന്താണ്? ഹെൽപ്സ് ടു ഗ്ലൈഡ് ഇൻ വാട്ടർ. വെള്ളത്തിലൂടെ ഇങ്ങനെ തുഴഞ്ഞു നീങ്ങാൻ വേണ്ടിയിട്ട് അല്ലെ, അതിനെന്ത് ചെയ്യുന്നുണ്ട്? തെന്നി നീങ്ങാൻ അതിനെ സഹായിക്കുന്നുണ്ട് അല്ലെ. ചിറകുകളാണ് തുഴഞ്ഞു നീങ്ങാൻ വേണ്ടി സഹായിക്കുന്നത്. ഹെൽപ്സ് ടു സ്വിം ഇൻ വാട്ടർ. വാൽ ചിറക് അല്ലെ, ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യാൻ, അതായത് ഇങ്ങനെ മീൻ പോകുന്നതിനനുസരിച്ചായിരിക്കും അല്ലെ അതിന്റെ ദിശ മാറുന്നത്. ശകുലങ്ങൾ അഥവാ ഗിൽസ് ആണ് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി, ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഇവയെ സഹായിക്കുന്നത്. നിരയായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ശൽക്കങ്ങൾ, ഓർഡർലി അറേഞ്ച്ഡ് സ്കെയിൽസ് പ്രൊട്ടക്ട് ദം ഫ്രം ഹീറ്റ് ആൻഡ് കോൾഡ് അല്ലെ. അവരുടെ ഒരു ചെതുമ്പലുകൾ പോലൊരു സാധനമില്ലേ, അതാണ് അവരുടെ ബോഡി ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. തലയ്ക്കിരുവശവുമായുള്ള കണ്ണുകൾ ജലത്തിനടിയിലെ വിശാലമായ കാഴ്ചയ്ക്ക് സഹായകരമാകുന്നു. അപ്പൊ ഇവരുടെ കണ്ണ് അല്ലെ, കണ്ണ് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അവർക്ക് വെള്ളത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ വൃത്തിയിൽ കാണാൻ പറ്റുന്നത്. ബാഹ്യകർണങ്ങൾ, കഴുത്ത് എന്നിവയില്ല അല്ലെ. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, നമ്മുടെ മീനിന് ചെവി ഉണ്ടോ? ഇല്ല. ജലത്തിൽ വേഗത്തിൽ നീങ്ങാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നത് ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെ. ഹെൽപ്സ് ടു മൂവ് swiftly in water. The absence of external ear and neck helps to move them stiff ആയിട്ട് അല്ലെ, അവരുടെ സ്റ്റഡി ആയിട്ട് സ്വിഫ്റ്റ് പോലെ നമുക്ക് ഇതിന് വളരെ പെട്ടെന്ന് അല്ലെ പോകാൻ വേണ്ടിയിട്ട് അവയെ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചല്ലോ. അപ്പൊ വേറെയും ജീവികളുടെ അനുകൂലനങ്ങൾ ചോദിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ കണ്ടത് ഏതാണ്? മീനിന്റെ മാത്രം അനുകൂലനങ്ങളാണ്. ഇതുപോലെ കുറെ അനുകൂലനങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനില്ലേ? യെസ്. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ ഹോബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇതുപോലെ ഓരോ ജീവിയുടെയും അനുകൂലനങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ എഴുതത്തില്ലേ? യെസ്. അപ്പൊ അടിപൊളിയായിട്ട് ഇതിന്റെ ആൻസർ എല്ലാവരും കണ്ടെത്തിയിട്ട് വാട്ടോ. അപ്പൊ അനുമ മിസ്സിനെ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.